നമസ്കാരം. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പല പ്രകാരത്തിലും നിസ്സാരമെന്ന് തോന്നുന്ന ഏറ്റെടുത്ത കാര്യങ്ങൾ പരമാവധി ജൂൺ മാസത്തിന് മുമ്പ് പൂർത്തീകരിക്കുകയായിരിക്കും നന്നാവുക. അഥവാ ജൂൺ മാസത്തിന് ശേഷം പുതിയ കർമ്മ പദ്ധതികൾ ഏറ്റെടുക്കുന്നത് നന്നായിരിക്കുകയില്ല. അഥവാ ധാരാളം പ്രവർത്തിക്കേണ്ടതായ സാഹചര്യവും ഒരു പക്ഷേ കുടുംബാംഗങ്ങളിൽ നിന്നും വിട്ടുനിന്ന് ജോലി ചെയ്യേണ്ടതായ സാഹചര്യവും ഉണ്ടായിത്തീരും. ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങൾക്ക് ജൂൺ മാസത്തിന് ശേഷം അഹോരാത്രം പ്രവർത്തനം വേണ്ടി വരുവാനിടയുണ്ട്. പരമാവധി ഈ വർഷം പുതിയ കരാറ് ജോലികളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. അഥവാ ഏറ്റെടുക്കുകയാണെങ്കിൽ തന്നെ മുൻ പറഞ്ഞ വിധത്തിൽ മെയ് ജൂൺ മാസത്തിൻ്റെ മുൻപ് പൂർത്തീകരിക്കുന്നത് ഭാവിയിലേക്ക് ഗുണകരമായി തീരും. വിദേശ ഉദ്യോഗത്തിന് അകാരണ തടസ്സങ്ങൾ അനുഭവപ്പെടും. പല പ്രകാരത്തിലും ദേഹാസ്വാസ്ഥ്യങ്ങൾ വർദ്ധിക്കുവാനിടയുണ്ട്. നിഷ്ഠയോടുകൂടി പല കാര്യങ്ങളും ഏറ്റെടുക്കുമെങ്കിലും ഒന്നിലും പൂർത്തീകരിക്കുവാൻ സാധ്യത വളരെ കുറവായിരിക്കും. ബന്ധുക്കളും സ്വന്തക്കാരും വിരോധികളായി തീരുവാനിടയുണ്ട്. വാഹന അപകടത്തിൽ നിന്നും അത്ഭുതകരമായി രക്ഷപ്പെടും. മാതാവിന് അസുഖം വർദ്ധിക്കുവാനും ആശുപത്രിവാസത്തിനും വേണ്ടി വരുവാനിടയുണ്ട്. ചെയ്യുന്ന കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങളൊക്കെ വിഫലമാകുമെങ്കിലും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായി തീരുവാനിടയുണ്ട്. ഒരു പക്ഷേ കടം വാങ്ങുവാനുള്ള സാഹചര്യം പല പ്രകാരത്തിലും വന്നു ചേരുന്നത് വഴി ഭൂമിയോ ഗൃഹമോ പണയം വയ്ക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരുന്നതാണ്. ബാഹ്യപ്രേരണകളെ അതിജീവിക്കുവാൻ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായ സാഹചര്യം ഉണ്ടായിത്തീരും. പണം കടം കൊടുക്കുന്നതും ജാമ്യം നിൽക്കുന്നതും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ മറ്റൊരാളെ ഏൽപ്പിക്കുന്നതും അബദ്ധമായി തീരുവാനിടയുണ്ട്. സന്ധി സംഭാഷണത്തിൽ പരാജയമുണ്ടാവാതെ സൂക്ഷിക്കണം. ഏതൊരു കാര്യവും വളരെ സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധയോടുകൂടി മാത്രം ചെയ്യേണ്ടതാണ്, പ്രത്യേകിച്ച് ജൂൺ മാസത്തിന് ശേഷം. തൊഴിൽ മേഖലകളോട് ബന്ധപ്പെട്ട മാന്ദ്യം അനുഭവപ്പെടും. സംയുക്ത സംരംഭങ്ങളിൽ നിന്നും പിന്മാറുന്നത് നന്നായിരിക്കും. പരമാവധി ഈ വർഷം വ്യാപാര വ്യവസായ മേഖലകളിൽ ഏർപ്പെടാതെ ലഭിച്ച ജോലിയെ മാനിച്ച് ഉള്ള ജോലി സ്വീകരിച്ച് അതിനെ മാനിച്ചുകൊണ്ട് ഉള്ളതിനെ തൃപ്തിപ്പെട്ടും കൊണ്ട് ജീവിക്കാൻ വശാവുകയായിരിക്കും നന്നാവുക. മൂലം നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഈ 2014 ആണ്ടിലെ ഫലങ്ങളാണ് പറഞ്ഞത്.